أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا. نور في الظلمات أنسي في خلواتي يا سعدي وهنائي القرآن حياتي. نور ملأ القلب ففاض بحب كتاب الله أشرق دربي بالقرآن فشكرا يا رباه. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه الفائزين برضا الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, സർവലോക നിയന്താവും കാരുണ്യവാനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രക്ഷയും സമാധാനവും നമ്മിൽ സദാ വർഷിക്കുമാറാവട്ടെ എന്നാമുഖമായി പ്രാർത്ഥിക്കുന്നു. അവനെ അറിയേണ്ടതുപോലെ അറിഞ്ഞ് അവൻ്റെ വിധികളും വിലക്കുകളും ഉൾക്കൊണ്ട് ജീവിതം നയിക്കണമേ എന്ന് ഈ സമയം പ്രത്യേകമായി വസിയ്യത്ത് നൽകുകയും ചെയ്യുന്നു. അല്ലാഹു നമ്മുടെ ഈ ഒരു പഠനം സ്വാലിഹായ ഒരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് പുതിയ ഒരു സൂറത്ത്, അഥവാ കഴിഞ്ഞ ക്ലാസ്സിൽ 79-ാം അധ്യായം സൂറത്തു നാസിആത്ത്, അതാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 80-ാം അധ്യായം സൂറത്തു അബസയാണ് ഈ ക്ലാസ് മുതൽ നമുക്ക് പഠിക്കാനുള്ളത്. ഖുർആനിൽ 42 ആയത്തുകളാണ് 80-ാം അധ്യായമായ ഈ സൂറത്തിൽ ഉള്ളത്. മക്കയിലാണ് ഈ സൂറത്ത് അവതരിക്കുന്നത്. സൂറത്തു നജ്മിൻ്റെയും സൂറത്തുൽ ഖദറിൻ്റെയും ഇടയിലായി 24-ാമതായി ഇറങ്ങിയ സൂറത്താണ് സൂറത്തു അബസ. ഈ സൂറത്തിന് വേറെയും നാമങ്ങളുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്തുൽ അഅമ എന്നും സൂറത്തു സ്വാഖത്ത് എന്നും സൂറത്തു സഫറ എന്നും സൂറത്തു ഇബ്നി ഉമ്മി മക്തൂം എന്നുമൊക്കെ ഈ സൂറത്തിന് വേറെയും നാമങ്ങളുണ്ട് എന്ന് കാണുവാൻ സാധിക്കും. പ്രസിദ്ധമായ നാമം സൂറത്തു അബസ എന്ന് തന്നെയാണ്. നമുക്കറിയാം, ഈ സൂറത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ അവതരിക്കാനുണ്ടായ ഒരു കാരണം മഹാനായ സ്വഹാബി വര്യൻ അബ്ദുല്ലാഹിബിന് ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു നാമം അമ്ര എന്നതാണ്.
അംർ എന്ന ഒരു നാമം കൂടി അബ്ദുല്ലാഹിബിന് ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നു. പ്രവാചക പത്നി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അമ്മാവൻ, അതായത് ഖൈസ് ബിനു സായിദ്, അവരുടെ മകനാണ് അന്ധനായ അബ്ദുല്ലാഹിബിനു ഉമ്മി മക്തൂം. ഉമ്മയുടെ നാമം ആത്തിക എന്നതാണ്. സാധാരണ ആളുകളുടെ പേരുകൾ പറയുമ്പോൾ ചേർക്കപ്പെടുന്നത് പിതാവിലേക്കൊക്കെയാണ്, പിതാക്കന്മാരിലേക്കാണ് ചേർക്കാറുള്ളത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ നാമം ചേർക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മാതാവിലേക്കാണ്. അതിൻ്റെ ഒരു കാരണം തഫ്സീറുകളിൽ നമുക്ക് കാണുന്നത്, ഉമ്മയായ ആത്തിഖ ബനു മഖ്സൂം ഗോത്രക്കാരിയാണ്. പിതാവ് ഖൈസ് ബനു ആമിർ ഗോത്രക്കാരനാണ്. അപ്പോൾ ബനു ആമിറിനേക്കാൾ നിലവാരമുള്ള ഗോത്രമാണ് ബനു മഖ്സൂം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഏത് ഗോത്രത്തിനാണോ മികവ് കൂടുതൽ, ആ ഗോത്രത്തിലുള്ള ആളുകളിലേക്ക് ചേർത്ത് വിളിക്കപ്പെടുക എന്ന ഒരു സമ്പ്രദായമുണ്ട്. ആ ഒരു അടിസ്ഥാനത്തിലാണ് അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിൻ്റെ മാതാവിലേക്ക് ചേർക്കപ്പെട്ട് വിളിക്കുന്നത്. ഉമ്മു മക്തൂം, മക്തൂം എന്ന് പറഞ്ഞാൽ അന്ധൻ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഉമ്മു മക്തൂം എന്നാണ് ആത്തിക എന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിച്ചിരുന്നത്. ആ ഒരു പേരിലേക്ക് അബ്ദുല്ലാഹിബിനു ഉമ്മി മക്തൂം എന്ന് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി. ഈ സ്വഹാബി ദീനി പഠനത്തോട് വലിയ താല്പര്യമുള്ള ആളായിരുന്നു. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കണം എന്ന അടങ്ങാത്ത ആഗ്രഹമുള്ള ഒരു സ്വഹാബിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിക്കാൻ ലഭിക്കുന്ന സമയം മുഴുവനും അദ്ദേഹം മുതലാക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശികളിൽ പ്രമുഖന്മാരായ ഉത്ബത്ത്, ശൈബത്ത്, അബൂജഹൽ, ഉമയ്യ, വലീദ് ബിൻ മുഗീറ ഇങ്ങനെയുള്ള ആളുകളോട് ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അബ്ദുല്ലാഹിബിന് ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു അവിടേക്ക് കടന്നു വരികയാണ്. അങ്ങനെ അദ്ദേഹം അവിടേക്ക് ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുന്നത്, യാ റസൂലല്ലാഹ് അല്ലിംനി മിമ്മാ അല്ലമകല്ലാഹ്. റസൂലുള്ളാഹിയെ വിളിച്ചുകൊണ്ട് പറയാണ്, താങ്കൾക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്നത് എനിക്ക് പഠിപ്പിച്ചു തരണം. താങ്കൾക്ക് അഥവാ ദീനിയായ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരണം, ഖുർആനിലെ വചനങ്ങൾ എനിക്ക് പറഞ്ഞു തരണം എന്ന് അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് പറയുകയാണ്. എന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഖുറൈശികളിലെ പ്രമുഖന്മാരായ ആളുകളുമായി കൊണ്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം അവര് ഇസ്ലാമിലേക്ക് വന്നാൽ അത് ദീനിന് വലിയ ഒരു മുതൽക്കൂട്ടാണ്, പ്രബോധനത്തിന് ശക്തമായ ഒരു പിന്തുണയാണ്. അതുകൊണ്ട് തന്നെ ഇവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ സ്വഹാബി കയറി വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്
ശ്രദ്ധിച്ചില്ല. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്ക് പരിഗണിച്ചില്ല. അങ്ങനെ അവരോടുള്ള സംസാരമൊക്കെ കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് മടങ്ങാ നേരത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? അവിടുത്തെ അംസക്കല്ലാഹു ബഅദ ബസരിഹി സുമ്മ ഖഫഖ ബിറഅസിഹി, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ അനുഭവപ്പെടുകയാണ്. തലക്ക് ഭാരക്കൂടുതൽ അനുഭവപ്പെടുന്നു. വഹ്യ് വരികയാണ്. അങ്ങനെയാണ് സുമ്മ അൻസലല്ലാഹു അബസ വതവല്ല, അങ്ങനെ അല്ലാഹു ആ സമയത്താണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഗുണദോഷിച്ചുകൊണ്ട് ആ ഒരു നടപടി അദ്ദേഹം വന്നപ്പോൾ പരിഗണിക്കാതിരുന്നത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു ഈ സൂറത്തിലെ ആദ്യ ഭാഗങ്ങൾ അവതരിപ്പിക്കുന്നത്. ഈ വചനങ്ങൾ അവതരിച്ചതിന് ശേഷം അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നു, മർഹബൻ ബിമൻ ആതബനി ഫീഹി റബ്ബി, ആരുടെ വിഷയത്തിലാണോ എൻ്റെ റബ്ബ് എന്നെ ഗുണദോഷിച്ചത് അവർക്ക് സ്വാഗതം. അദ്ദേഹത്തെ കാണുമ്പോൾ ഇങ്ങോട്ട് എന്തെങ്കിലും അദ്ദേഹം ചോദിക്കുന്നതിന് മുമ്പ് റസൂല് ഹല്ലക മിൻ ഹജ, എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്ന് അങ്ങോട്ട് ചോദിക്കാറുണ്ടായിരുന്നു എന്ന് പിന്നെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഈ സൂറത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ അവതരിക്കാനുള്ള അവതരണ പശ്ചാത്തലമായി നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതിലെ ആദ്യ 4 വചനങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ആ വചനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അബസ വതവല്ല അൻ ജാഅഹുൽ അഅ്മാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ ഔ യദ്ദക്കറു ഫതൻഫഅഹു الذِّكْرَى. عبس وتولى أن جاءه الأعمى وما يدريك لعله يزكى أو يذكر فتنفعه الذكرى. ഈ 4 വചനങ്ങൾ എന്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയോട് പറയുന്നത്? ആ ഒരു ചരിത്രം നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കണം. അതിനാണ് ആമുഖമായി അത് സൂചിപ്പിച്ചത്. റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഗുണദോഷിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് വിശുദ്ധ ഖുർആൻ പ്രവാചകന്റെ വാക്കുകളല്ല
എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണ്. കാരണം പ്രവാചകന്റെ വാക്കുകളായിരുന്നുവെങ്കിൽ പ്രവാചകനെ ആക്ഷേപിച്ചുകൊണ്ടോ തിരുത്തിക്കൊണ്ടോ ഉള്ള വാക്കുകൾ അതിൽ വരിക എന്നുള്ളത് ഒരിക്കലും സംഭവിക്കുന്ന ഒന്നല്ല. അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കപ്പെട്ട ഒന്നും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാതെ പോയിട്ടില്ല, മറച്ചു വച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവും കൂടിയാണ്. വഹയിലൂടെ ലഭ്യമായ എല്ലാ കാര്യങ്ങളും റസൂല് വളരെ കൃത്യമായി ഉമ്മത്തിനെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണ്. എന്താ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്? അബസ. അബസ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുഖം ചുളിച്ചു. അബസ, അദ്ദേഹം മുഖം ചുളിച്ചു. വാവ് അത്ഫിൻ്റെതാണ്. തവല്ല. തവല്ല എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു കളഞ്ഞു. വതവല്ല, തിരിഞ്ഞു കളയുകയും ചെയ്തു. അബസ, അദ്ദേഹം മുഖം ചുളിച്ചു. വതവല്ല, അദ്ദേഹം തിരിഞ്ഞു കളയുകയും ചെയ്തു. എപ്പോ? അൻജാഅഹുൽ അഅ്മാ. പാരായണ സമയത്ത് മഖ്റജ് ശരിയാക്കണം. ജീമിന് ദീർഘമുണ്ട്, മദ്ദിൻ്റെ ഹർഫുണ്ട് അവിടെ, അലിഫുസാക്കിന, ശേഷം അംസയാണ്. 6 അക്ഷരത്തിൻ്റെ അളവിൽ ദീർഘം അവിടെ വേണം. അജ, സാക്കിന നൂന് ശേഷം ജീമാണ്, അവിടെ ഇഖ്ഫാഉം ബിഗുന്നയാണ് നിയമം. അതും ആ നൂനിനെ അവ്യക്തമാക്കി മണിച്ച് വായിക്കുക. അൻജാഅഹു, അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നതിനാൽ. ജാഅ, വന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നപ്പോൾ. ആര്? അൽ അഅ്മാ. അഅ്മ എന്ന് പറഞ്ഞാൽ അന്ധൻ. അന്ധൻ, കണ്ണ് കാണാത്ത ആള്. അപ്പൊ തൻ്റെ അടുക്കൽ ഒരു അന്ധൻ വന്നതിനാൽ എന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കുറവ് എടുത്തു പറഞ്ഞ് അയാളെ വിളിക്കുക എന്നുള്ളത് സ്വാഭാവികമായും ഒരാൾക്ക് മാനസികമായ പ്രയാസമുണ്ടാക്കുന്ന ഒന്നാണ്. അപ്പം ഇവിടെ അയാൾക്ക് കണ്ണ് കാണുന്നില്ല എന്നുള്ളത് അള്ളാഹ് എടുത്തു പറഞ്ഞാണ് അയാളെ പരിചയപ്പെടുത്തുന്നത്. കണ്ണ് കാണാത്തവൻ. ഇപ്പം നമ്മുടെ നാടുകളിലൊക്കെ കാലുകൊണ്ട് ശരിക്കും നടക്കാൻ കഴിയാത്ത ആളുകളെ ഞൊണ്ടി എന്ന് വിളിക്കുന്ന ഒരു രീതി കാണാം. അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും വൈകല്യങ്ങളുള്ള ആളുകളെ ആ കുറവ് എടുത്ത് പറഞ്ഞ് വിളിക്കുക. അതൊരിക്കലും അതുള്ളവന് ഇഷ്ടമുള്ള കാര്യമാവില്ല. മാനസികമായി ഏറെ പ്രയാസമുണ്ടാക്കും. ഒരിക്കലും ഒരു മുസ്ലിം അങ്ങനെ വിളിക്കാൻ പാടില്ല. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന. മറ്റൊരു ഹദീസിൽ മൻ സലിമൻ നാസ് മിൻ ലിസാനിഹി വയദിഹി. വാക്കുകളും പ്രവർത്തനങ്ങളും ഓരോരാൾക്ക് ഒരു പ്രയാസം ഉണ്ടാക്കാത്തവനാണ് മുസ്ലിം. എന്നാൽ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ ഒരു കാരണമുണ്ട്. എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ചെയ്യുന്നത് ദഅവത്താണ്, അല്ലേ? അതും ഖുറൈശി പ്രമുഖന്മാരായ ആളുകൾക്ക് മുന്നിലാണ്. അപ്പൊ ദഅവത്ത് ഒരാൾ തടസ്സപ്പെടുത്തുക എന്നത് വളരെ മോശമായ ഒരു പ്രവർത്തനമാണ്. ദഅവാ രംഗം തടസ്സപ്പെടുത്തുക എന്നുള്ളത്. പക്ഷെ ഇവിടെ
ശരിക്ക് അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു കയറി ചെല്ലുന്നത് അതിനിടയിലേക്കാണ്. പക്ഷെ അദ്ദേഹത്തിന് അത് അറിയില്ല. റസൂൽ എന്താ ചെയ്യുന്നത്, റസൂൽ എന്താ പറയുന്നത്, ആരോടാ സംസാരിക്കുന്നത് എന്നൊന്നും അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നില്ല. അപ്പൊ ആരുടെ മനസ്സിലും അദ്ദേഹം എന്താ അങ്ങനെ ചെയ്തത് എന്ന ചിന്ത വരാതിരിക്കാൻ, ഈ സ്വഹാബിയെക്കുറിച്ച് ഒരു മോശമായ ചിന്ത ഒരാളിലും വരാതിരിക്കാൻ, അയാൾ അന്ധനാണ്, കാണാത്തത് കൊണ്ടാണ് അങ്ങനെ കയറി ചെന്നത് എന്ന് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്താനാണ് ശരിക്ക് അവിടെ അദ്ദേഹം അന്ധനാണ് എന്ന് പരിചയപ്പെടുത്തിയത്. അതൊരിക്കലും ഒരാളുടെ കുറവ് എടുത്ത് അയാളെ അഭിസംബോധന ചെയ്യാം, അയാളെ വിളിക്കാം എന്നുള്ളതിന് തെളിവാക്കാൻ പാടില്ല. ഇത് അള്ളാഹു വിളിച്ചത് ഈ സ്വഹാബി ആ പ്രവൃത്തി ചെയ്തത് കാണാത്തത് കൊണ്ടാണ് എന്നത് അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതുകൊണ്ടാണ് അൻജാ ഔൽ അഅമ എന്ന് പറഞ്ഞത്. ശേഷം അള്ളാഹു പറയാ വമാ യുദ്രീക, വമാ യുദ്രീക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുന്നു, നിനക്ക് എന്ത് അറിയാം. നമ്മൾ മാ അദ്റാക എന്ന് കേട്ടിട്ടുണ്ട് കുറച്ച് സ്ഥലങ്ങളിൽ. ഇവിടെ അല്ലാഹു വമാ യുദ്രീക, താങ്കൾക്ക് എന്ത് അറിയാം. ലഅല്ലഹു, അവൻ ആയേക്കാം, ലഅല്ല ആയേക്കാം, ആ വന്ന സ്വഹാബി ആയേക്കാം, യസ്സക്ക, യസ്സക്ക എന്ന് പറഞ്ഞാൽ പരിശുദ്ധി പ്രാപിക്കുക, പരിശുദ്ധി പ്രാപിക്കുക, തസ്കിയത്ത് നേടിയെടുക്കുക. അതിനു വേണ്ടിയാണ് ആ സ്വഹാബി വന്നത്. അബ്ദുല്ലാഹിബ്നു മക്തൂം റളിയല്ലാഹു അൻഹു വന്ന് ചോദിച്ചെന്താ, അല്ലിംനി മിമ്മാ അല്ലമക്കല്ലാഹ്, എനിക്ക് പഠിപ്പിച്ചു തരണം എന്നാണ്, എനിക്കറിയണം എൻ്റെ റബ്ബിൻ്റെ അടുത്ത് വിജയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്. താല്പര്യത്തോടുകൂടി, കണ്ണ് കാണാത്ത സ്വഹാബിയാണ് അദ്ദേഹം, പ്രവാചകന്റെ അടുത്തേക്ക് ദീനിയായ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും കടന്നു ചെല്ലുകയാണ്. നമുക്കിന്ന് എല്ലാ സൗകര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു COVID-19 പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ ദീന് പഠിക്കാൻ ഒരുപാട് അവസരങ്ങൾ തുറന്നു കിട്ടി എന്നുള്ളത് നിഷേധിക്കാൻ പറ്റാത്ത ഒരു സത്യമാണ്. മുമ്പത്തേതിനേക്കാൾ ദീന് പഠിക്കാനും അറിയാനും ഒരുപാട് അവസരങ്ങൾ ആളുകൾക്ക് മുന്നിൽ തുറന്നു കിട്ടി എന്നുള്ളതാണ്. പക്ഷേ എത്രത്തോളം അതൊക്കെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതാണ്. കണ്ണ് കാണാത്ത സ്വഹാബത്ത് വലിയ താല്പര്യത്തിലായിരുന്നു. കാരണം അവര് ശരിക്ക് ദീന് മനസ്സിലാക്കിയവരാ. ഈ സ്വഹാബിന്റെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്, അദ്ദേഹം പ്രവാചകനോട് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, റസൂലേ, എനിക്ക് കണ്ണ് കാണില്ല, ഞാൻ വരുന്ന വഴികളിൽ മൃഗങ്ങളുണ്ട്, എനിക്കൊരു വഴികാട്ടിയില്ല, ഞാൻ ജമാഅത്തിന് പള്ളിയിൽ വരണോ ചോദിക്കുകയാണ്. ഇളവെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്, വരാൻ കഴിയാത്തത് കൊണ്ടാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ട്, കണ്ണ് കാണാത്ത ഒരാളാ. റസൂല് പറയുന്നത് ആ ഒരു അപ്പോഴത്തെ ഒരു സാഹചര്യം പരിഗണിച്ച് റസൂല് പറഞ്ഞു, കുഴപ്പമില്ല, വേണ്ട. പക്ഷെ വഹയിറങ്ങി തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. ജമാഅത്തിന്റെ പ്രാധാന്യം അത്രത്തോളം ഉണ്ട്. ബാങ്ക് കേൾക്കുമോ എന്നാ റസൂല് പിന്നെ ചോദിക്കുന്നത്. കാതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇല്ല, എന്നാ വരണം. ഇപ്പൊ നോക്കൂ നിങ്ങൾ, കുറച്ചു കാലം പള്ളി അടഞ്ഞു കിടക്കുകയായിരുന്നു. പക്ഷെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പള്ളികൾ തുറന്നപ്പോൾ ജമാഅത്തിന് പോകാൻ ആളുകൾക്ക് ഇന്ന് ഉത്സാഹമില്ല, താല്പര്യമില്ല. അവിടെ പിന്നെ ഈ ഒരു കോവിഡും അതിൻ്റെ ചർച്ചയുമാണ്. പക്ഷേ നിയമങ്ങൾ പാലിച്ചുകൊണ്ട്, സാമൂഹിക അകലം പാലിച്ച് ഉള്ള ഒരു സ്ഥലം പള്ളിയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. അതൊന്നും പാലിക്കപ്പെടാത്ത കേന്ദ്രങ്ങളിൽ, സ്ഥലങ്ങളിൽ കയറി ഞെരങ്ങാൻ ആർക്കൊരു പ്രശ്നമില്ല, പ്രയാസമില്ല.
പള്ളികൾ തുറന്നു കിട്ടിയപ്പോൾ അവിടെ പങ്കെടുക്കാൻ പല ആളുകൾക്കും അതൊരു ചാൻസ് കിട്ടിയതുപോലെ ആയിട്ടുണ്ട്. സഹോദരങ്ങളെ സൂക്ഷിക്കണം, ഇതൊക്കെ പരീക്ഷണങ്ങളാണ്. നമ്മുടെ പരീക്ഷണങ്ങളിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നുണ്ടോ എന്നുള്ളത് ഗൗരവത്തോടു കൂടി ചിന്തിക്കണം. അപ്പൊ ഈ താല്പര്യം, സ്വഹാബത്തിന്റെ താല്പര്യം ദീനീ പഠനത്തോട്, ആരാധനാ കർമ്മങ്ങളോട് നമുക്കും വേണം എന്നതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അപ്പൊ അദ്ദേഹം നന്നാവാനാണ് വരുന്നത്, പരിശുദ്ധി പ്രാപിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് വരുന്നത് എന്ന് റസൂലുള്ളാഹിയോട് അല്ലാഹു പറയാണ്. മാത്രമല്ല ശേഷം വീണ്ടും അല്ലാഹു പറയുന്നു, ഔ അല്ലെങ്കിൽ യദ്ദക്കറു, അവൻ ഉപദേശം സ്വീകരിക്കും. യദ്ദക്കറു, ഉപദേശം സ്വീകരിക്കും. അങ്ങനെ തൻഫഅഹു, അവന് ഉപകാരം ചെയ്യും. അദ്ദിക്റ, ആ ഉപദേശം. ഉപദേശം സ്വീകരിക്കാനാണ് വരുന്നത്. റസൂലുള്ള സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഖുറൈശി പ്രമുഖന്മാരോടാണ്. അവർക്കത് കേൾക്കാനോ സ്വീകരിക്കണമെന്ന ആ താല്പര്യമോ ഒന്നുമില്ലാത്ത ആളുകളാണ്. പക്ഷെ ഇത് കേൾക്കാനും കേൾക്കുന്ന കാര്യങ്ങൾ പകർത്തണമെന്ന ഉദ്ദേശത്തോടു കൂടിയുമാണ് ഇദ്ദേഹം താങ്കളുടെ അടുക്കൽ വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ ഒരു ഉപദേശം കേൾക്കാൻ ചെല്ലുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് ജീവിതത്തിൽ അല്ലെങ്കിൽ ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സ്വീകരിക്കാനായിരിക്കണം കേൾക്കേണ്ടത്. ഞാൻ കേൾക്കുന്ന ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ഞാൻ പഠിച്ച നന്മ അതെൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഞാൻ പഠിച്ച തിന്മ അതെൻ്റെ ജീവിതത്തിൽ ഉണ്ടാകൂല. ഒരു വിഷയത്തെക്കുറിച്ച് അത് തിന്മയാണ് എന്ന ആയത്തിലൂടെ, ഹദീസിലൂടെ ഞാൻ മനസ്സിലാക്കിയാൽ ആ തിന്മ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന ഉറപ്പ് വരുത്താനുള്ള, അതിനുള്ള ഒരു തീരുമാനത്തോടു കൂടിയാണ് ദീനിയായ പഠനം ഒരാളിൽ ഉണ്ടാവേണ്ടത്. എന്നാൽ ആയത്ത് കേൾക്കാനും ഹദീത്ത് കേൾക്കാനും ഒരാൾ തയ്യാറാവേണ്ടത് അത് പകർത്താനുള്ള ഒരു നിയ്യത്തോടു കൂടിയായിരിക്കണം. കേൾവിക്കാരൻ്റെ റോള് മാത്രമല്ല എന്നുള്ളത് സാധാരണ ഞാൻ പറയാറുള്ളൊരു വിഷയമാണ്. സമിഅന വ അത്വഅന. ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അല്ലാഹു പരിചയപ്പെടുത്തിക്കൊണ്ട് പറയാ, ഔ യദ്ദക്കറു, അല്ലെങ്കിൽ ആ ഉപദേശം അദ്ദേഹം സ്വീകരിക്കും. ഫതൻഫഉ ദിക്റ, അങ്ങനെ ആ ഉപദേശം അദ്ദേഹത്തിന് ഉപകാരം ചെയ്യും. അപ്പോ കേൾക്കുന്ന നന്മകൾ ജീവിതത്തിൽ പകർത്തിയാൽ അതൊരിക്കലും നമുക്ക് ഉപദ്രവമാവില്ല, ഉപകാരമാണ് വരുത്തി വെക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നിന്ന് അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്ന വിഷയം, ദീനി പഠനത്തിന് നമുക്ക് മുന്നിൽ തുറന്നു കിട്ടുന്ന അവസരങ്ങളെ നിസ്സാരമായ ചില കാരണങ്ങൾ പറഞ്ഞ് തട്ടിക്കളയരുത്. കണ്ണ് കാണാത്ത സ്വഹാബിയായിട്ട് പോലും അദ്ദേഹം പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് അവസരങ്ങളെ നമ്മൾ തെരഞ്ഞു പിടിക്കണം എന്നാണ്. നമ്മളെ ഇങ്ങോട്ട് തേടി വരുന്നുണ്ട് ഇന്ന്, പക്ഷെ ഇവിടെയൊക്കെ സ്വഹാബത്ത് അങ്ങോട്ട് കയറി ചെല്ലുകയാണ് പഠിക്കാനുള്ള താല്പര്യത്തോടു കൂടി. നമുക്ക് ഇങ്ങോട്ട് അവസരങ്ങൾ നമ്മെ തേടി വന്നിട്ട് പോലും മൈൻഡ് ചെയ്യാത്ത ഒരു സാഹചര്യം, അത് പാടില്ല. അതോടൊപ്പം തന്നെ അറിയാനും പഠിക്കാനും നാം അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ആ അവസരങ്ങളിലൂടെ നമ്മൾ പഠിക്കുന്ന നന്മ ജീവിതത്തിൽ പകർത്തണം. നമ്മൾ കേൾക്കുന്ന തിന്മ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാനും നമ്മൾ തയ്യാറാവണം. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട
ആ ചരിത്രത്തിലേക്ക് തന്നെയാണ് ബാക്കിയുള്ള ആയത്തുകളും നമ്മുടെ ശ്രദ്ധ അള്ളാഹു ക്ഷണിക്കുന്നത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങൾക്കും കർമ്മങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. نور في الظلمات أنسي في خلواتي يا سعدي وهنائي القرآن حياتي. نور ملأ القلب ففاض بحب كتاب الله أشرق دربي بالقرآن فشكرا يا رباه.